ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ പിസ്സ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ വെച്ചിട്ടുള്ള പിസ്സയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ പനീറോ യൂസ് ചെയ്തിട്ട് പിസ്സ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പിസ്സ ബേസിന് വേണ്ട ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അര കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടായാലും 2 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മളൊരു വിസ്കോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 10 മിനിറ്റ് നമ്മളിത് മാറ്റി വെക്കണം. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. ഇതാണ് പിസ്സയുടെ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു ഫ്ലേവറും നൽകുന്നത്. അപ്പോൾ അത് നമ്മളൊരു നുള്ള് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടോട്ടലി 2 കപ്പ് മൈദ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 1 കപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന രീതിയിൽ അധികം കട്ടിയാവാതെ തന്നെ കുറച്ചുകൂടി ഒരു ലൂസായിട്ടാണ് പിസ്സ ഡോവിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു 10 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു ട്രേയിലേക്ക് കുറച്ച് മൈദ വിതറി കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഈ മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഈ മാവൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ മിനിമം ഇത് പൊങ്ങി വരാനായിട്ട് വെക്കണം. ഏകദേശം ഒരു ഡബിൾ സൈസായിട്ട് വരും ഈ മാവ്. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ പിസ്സ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഹോം മെയ്ഡ് പിസ്സ സോസ് യൂസ് ചെയ്തിട്ടാണ് പിസ്സ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലും ടേസ്റ്റിയാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 തക്കാളി നമ്മൾ ഇതേപോലെ ഒന്ന് ക്രോസായി വരഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കേണ്ടതാണ്. വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊലി പെട്ടെന്ന് ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നത്. അതേപോലെ നമ്മൾ ഇതിലേക്കൊരു 4 വറ്റൽമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊരു 2 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ ഉപ്പോ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് തൊലി ഇളക്കി മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇനിയാണ് നമ്മൾ സോസ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ വറ്റൽമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിനിൽ പ്രത്യേകിച്ച് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു സോസിനും ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മളൊരു സോസിൻ്റെ കൺസിസ്റ്റൻസി, അതായത് കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇപ്പോൾ ഏകദേശം നമ്മുടെ സോസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഒരു റെഡ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ സവാള നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു കോണൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം നമുക്ക് ചിക്കൻ യൂസ് ചെയ്യാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഇതേ രീതിയിൽ നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിസ്സ ട്രേ എടുത്തതിന് ശേഷം അതിൽ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ പിസ്സ ട്രേ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒലീവ് ഓയിൽ വെച്ചിട്ടാണ് നമ്മളിത് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ഒലീവ് ഓയിലാണ് സാധാരണ പിസ്സ നമ്മൾ തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ മാവ് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നടുഭാഗം കട്ടി കുറച്ചും സൈഡിലോട്ട് കട്ടി കൂട്ടിയും വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ കൈവച്ച് തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ പരത്തി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് നമുക്ക് ഇതിൽ മുകളിലായിട്ട് പുരട്ടി കൊടുക്കാം. ഇതേ രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മൊസറല്ല ചീസാണ്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ചീസ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ സോസ് തേച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ മാറ്റി വെച്ച ചീസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഓവനിൽ ബേക്ക് ചെയ്യുന്നത് 200 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പിസ്സ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ആദ്യം ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പിസ്സ ഇതിലേക്ക് വെക്കുന്നത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പിസ്സ നന്നായിട്ട് പൊങ്ങി നല്ല റെഡിയായിട്ട് കിട്ടും. അപ്പം കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.